ഇന്ന് നമുക്ക് സർവേ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഒരു ഗ്രന്ഥം കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അതുകൂടാതെ ഹരിത വിപ്ലവം, ഈ രണ്ട് ചോദ്യങ്ങൾ മുൻകാല പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. ആ രണ്ട് ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. ഹരിത വിപ്ലവം വിശദമായി പഠിക്കാം. ഹായ് ഫ്രണ്ട്സ്, വിൻഡോജുവിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന്റെയൊക്കെ നോട്ട് കിട്ടാൻ, PDF കിട്ടാൻ, അതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിന്നുള്ള എക്സാമുകളൊക്കെ ഉണ്ടാവും, അത് ലഭിക്കാൻ നിങ്ങൾ PSC ഹബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് നോട്ടുകൾ കിട്ടുക എന്നുള്ളത് അതിൽ നിന്ന് കിട്ടും. മാത്രമല്ല PSC യുടെ പുതിയ വിജ്ഞാപനങ്ങൾ, അതുപോലെയുള്ള പുതിയ വാർത്തകളൊക്കെ തന്നെ നിങ്ങൾക്ക് അതാത് സമയത്ത് PSC ഹബിലൂടെ. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് എന്നാണ് ഒരു ചോദ്യം. ഇത് PSC പരീക്ഷയ്ക്ക് വന്നതാണ്. അപ്പൊ ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്നുള്ളത് CS മീനാക്ഷിയാണ്. നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊന്ന് മനസ്സിരുത്തി നോക്കിയാൽ മതി. ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം. ആരാണ്? CS മീനാക്ഷി. ഇത് സർവേ ഓഫ് ഇന്ത്യയുടെ ചരിത്രം, സർവേക്ക് പിന്നിൽ പ്രവർത്തിച്ച ബ്രിട്ടീഷ് കൊളോണിയൽ താല്പര്യങ്ങൾ, സർവേ ബ്രിട്ടീഷ് അധിനിവേശത്തിന് എങ്ങനെ സഹായകമായി എന്നിവയാണ് ഈ ഗ്രന്ഥത്തിൽ, ഭൗമചാപം എന്നുള്ള ഈ ഗ്രന്ഥത്തിൽ മീനാക്ഷി വിവരിക്കുന്നത്. ഇതിന് 2019 അക്കാദമിയുടെ GN പിള്ള അവാർഡ് ലഭിച്ചു. 2018 OV വിജയന്റെ സ്മരണയ്ക്കായി ഹൈദരാബാദിലെ നവീന സാംസ്കാരിക കലാകേന്ദ്രം നൽകുന്ന OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചതും CS മീനാക്ഷിക്കാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ PSC പരീക്ഷകളിൽ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ അനുബന്ധ വസ്തുക്കൾ കൂടി പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെത്താൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അങ്ങനത്തെ ഒരു പങ്ക്തിയാണിത്. അപ്പൊ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്നവർ പ്രസ്താവനയിൽ ശരിയായത് ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ശരിയാണ്, MS സ്വാമിനാഥൻ തന്നെയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. അതും ശരിയാണ്. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. അതും ശരിയാണ്. മൂന്നും ശരിയായതുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഇതെല്ലാം തന്നെ ശരിയാണ്. അതുകൊണ്ട് എല്ലാം ശരിയാണ് എന്നാണ് ഇതിനുള്ള ഉത്തരം. എന്താണ് ഹരിത വിപ്ലവം? കാർഷിക ഉൽപാദനത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗിച്ച് വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിച്ചു. ആ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അന്നേ വരെ ഇന്ത്യക്ക് പരിചയമല്ലാതിരുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, ഇതൊക്കെ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗിച്ച് വരുത്തിയ ഒരു വലിയ പുരോഗതിയാണ്. ഉൽപാദനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. ഇതിനെയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഹരിത വിപ്ലവത്തിന്റെ ഇന്ത്യയിലെ പിതാവാണ് MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. പക്ഷെ ഹരിത വിപ്ലവം എന്നുള്ള ആശയം ഉയർന്നു വരുന്നത് ഇന്ത്യയിലല്ല. അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ MS സ്വാമിനാഥനാണ്, പക്ഷെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. മാറിപ്പോ, ഒന്ന് പിതാവാണ് നോർമൻ ബോർലോഗ്, ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഇന്ത്യയിലല്ല, മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗൃഹം
എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് മാത്രമല്ല ഡോക്ടർ എം എസ് സ്വാമിനാഥൻ, ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് കൂടിയായിട്ട് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കരുതപ്പെടാറുണ്ട്. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനമാണ് ശർബതി സൊണോറ. അപ്പൊ അദ്ദേഹം ഒരു അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വികസിപ്പിച്ചെടുത്തു. അപ്പൊ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നു. അങ്ങനെ കണക്ട് ചെയ്താൽ ശർബതി സൊണോറ ഓർത്തു വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ വേൾഡ് അഗ്രികൾച്ചർ പ്രൈസിന് അർഹനായ വ്യക്തി എം എസ് സ്വാമിനാഥനാണ്. എം എസ് സ്വാമിനാഥൻ രചിച്ച പ്രധാന പുസ്തകങ്ങൾ ഒന്ന് ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ. ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ ആണ് ഹരിത വിപ്ലവം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പുസ്തകത്തിന്റെ പേര് ഓർത്തു വെക്കാം. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. അതുമാണ് വേൾഡ് വിത്തൗട്ട് ഹങ്കർ അല്ലെ. ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുമ്പോഴാണ് നമുക്ക് വിശപ്പകറ്റാൻ ഈ രാജ്യത്തിന് തന്നെ പറ്റും. അപ്പൊ അതും അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഓർമ്മിക്കുക. വീറ്റ് റവല്യൂഷൻ. ഈ 3 പുസ്തകങ്ങളും ഹരിത വിപ്ലവവുമായി കണക്ട് ചെയ്ത് ഓർത്തു വയ്ക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ചു. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം 1960 മുതൽ 1970 പകുതി വരെയാണ്. 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം തുടർന്നുള്ള 1970 മുതൽ 1980 വരെയാണ്. ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഹരിത വിപ്ലവമാണ്. എന്തെല്ലാമാണ് ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകൾ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, ജലസേചന സൗകര്യങ്ങളുടെ വർധനവ്. അപ്പൊ ഹരിത വിപ്ലവത്തിന് കുറെ മേന്മകളുമുണ്ട്, കുറച്ച് പോരായ്മകളുമുണ്ട്. ഏത് പദ്ധതിയെയും പോലെ തന്നെ. അപ്പൊ ആ മേന്മകൾ എന്താണ്, പോരായ്മകൾ എന്താണെന്ന് നോക്കാം. അവിടെ ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങളാണ്. ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപാദനം വർദ്ധിച്ചു. ഇത് ഹരിത വിപ്ലവത്തിന്റെ ഗുണമാണ്. എന്നാൽ വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി. ഹരിത വിപ്ലവം ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിൽ വർധനവുണ്ടാക്കി. ഉൽപാദന വർധനവുണ്ടായി, അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വർധനവുണ്ടായി. ഹരിത വിപ്ലവത്തിന്റെ ഗുണം കൂടുതൽ ലഭിച്ചത് ആ ധനിക കർഷകർക്കായിരുന്നു. ഈ 2 പോയിന്റുകളും പരസ്പരം കണക്റ്റഡ് ആണ്. കാർഷിക മേഖലയിലും ഗ്രാമീണ കാർഷികേതര സമ്പൽ വ്യവസ്ഥയിലും തൊഴിൽ സാധ്യത വർദ്ധിപ്പിച്ചു. 2 ഭാഗത്തും കാർഷിക മേഖലയിൽ തൊഴിൽ സാധ്യത വർദ്ധിപ്പിച്ചു, ഗ്രാമീണ കാർഷികേതര സമ്പൽ വ്യവസ്ഥയിലും തൊഴിൽ സാധ്യത വർദ്ധിപ്പിച്ചു. എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നു. ഗവൺമെന്റിന്റെ ഭക്ഷ്യധാന്യ ശേഖരണത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യ വിതരണം ചെയ്യാൻ കഴിയും. ഇതൊക്കെ തന്നെ നമ്മുടെ ഭക്ഷ്യക്ഷാമം കുറഞ്ഞു. അപ്പൊ തന്നെ ഗവൺമെന്റിന്റെ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി. കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു. എന്നാൽ പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. എന്നാൽ അതിനെ തുടർന്നുണ്ടായ യന്ത്രവൽക്കരണം തൊഴിൽ നഷ്ടമുണ്ടാക്കി. ഇന്നത് വലിയ പ്രസക്തമല്ല കേരളം പോലെയുള്ള പ്രദേശങ്ങളിൽ. ഇന്ന് യന്ത്രവൽക്കരണത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായും നിലനിൽക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ആവശ്യമായ ധാന്യശേഖരം ഉണ്ടാക്കുന്നതിന് ഹരിത വിപ്ലവം ഗവൺമെന്റിനെ സഹായിച്ചു. വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് ഹരിത വിപ്ലവം ഏറെ സഹായിച്ചത്. ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രമായിരുന്നു ഇതിന്റെ ഫലം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെ വീറ്റ് റവല്യൂഷൻ എന്നും അറിയപ്പെടുന്നു. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്കുണ്ടായിരുന്ന കീടാക്രമണ സാധ്യത ഇതിന്റെ ഒരു പോരായ്മയാണ്. ഇപ്പോൾ ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം, കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം, കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായത്, കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചത്, ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ആണെങ്കിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MP സിംഗ് ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രിയെ കൂടി ഓർത്തു വെച്ചോളൂ, C സുബ്രഹ്മണ്യമാണ്. നമുക്ക് ഇതിനുള്ള ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, കാർഷിക ഉൽപാദനത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കാൻ ഉപയോഗിച്ച ഘടകങ്ങളിൽ
താഴെ പറയാത്തത്, അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് അതല്ലാത്തത് എന്നാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമുക്കറിയാം ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചു. ജലസേചന സൗകര്യങ്ങൾ ഉപയോഗിച്ചു, രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചു. എന്നാൽ ഹരിത വിപ്ലവത്തിൽ പരമ്പരാഗത കൃഷി രീതികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതാണ് ശരി ഉത്തരം, സി ആണ് ശരി ഉത്തരം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു, ഉറപ്പായി ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്, ഡോക്ടർ MS സ്വാമിനാഥൻ. എന്നാൽ സി സുബ്രഹ്മണ്യം ഏതാണ്? ഹരിത വിപ്ലവത്തിന്റെ നായകനാണ്. വില്യം ഗൗഡ് എന്താണ്? ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആളാണ്. നോർമൻ ബോർലോഗോ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യയിലാണ് ശരിക്കും, സോറി, ഇവിടെ ഉത്തരം നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. തിരുത്തുമല്ലോ. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, വില്യം ഗൗഡ്. ഹരിത വിപ്ലവം ആദ്യമായി ആരംഭിച്ച രാജ്യം മെക്സിക്കോ ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനം ഏതാണ്? അത് ശർബതി സൊണോറോ ആണ്. താഴെ പറയുന്നവയിൽ MS സ്വാമിനാഥൻ രചിച്ച പുസ്തകം ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടമായി കണക്കാക്കുന്നത് ഏത് കാലഘട്ടമാണ്? അത് 1960കളുടെ പകുതി മുതൽ 1970കളുടെ പകുതി വരെയാണ്. രണ്ടാം ഘട്ടം 1970കളുടെ പകുതി മുതൽ 1980കളുടെ പകുതി വരെയാണ്. ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത് അത് ഹരിത വിപ്ലവമാണ്. ഹരിത വിപ്ലവത്തിന്റെ പോരായ്മയായി കണക്കാക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? അത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചത് അതിന്റെ മേന്മയാണ്. കർഷകർ തമ്മിലുള്ള അന്തരം കുറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. കർഷകർ തമ്മിലുള്ള അന്തരം കൂടുകയാണ് ചെയ്യുന്നത്. ദരിദ്ര കർഷകരും ധനിക കർഷകരും തമ്മിലുള്ള അന്തരം കൂടുകയാണ് ചെയ്യുന്നത്. രാസവളങ്ങളുടെ ഉപയോഗം കുറഞ്ഞു, അതും തെറ്റാണ്. രാസവളങ്ങളുടെ ഉപയോഗം കൂടുകയാണ് ചെയ്തത്. യന്ത്രവൽക്കരണം തൊഴിൽ നഷ്ടത്തിന് കാരണമായി എന്നുള്ളതാണ് ഹരിത വിപ്ലവത്തിന്റെ ഒരു പോരായ്മയായി കണക്കാക്കുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷിമന്ത്രി ആരായിരുന്നു? അത് സി സുബ്രഹ്മണ്യമായി. ഹായ് ഫ്രണ്ട്സ്, തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇത്തരം ക്ലാസ്സുകൾ കാണാം. അപ്പൊ നമുക്ക് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഒരു ചെറിയ സബ്ജക്റ്റ് ആണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ്. ഇതിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ, ഇതുപോലെയുള്ള ചില എന്താ പറയാ ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്, വളരെ ഷോർട്ട് ആയിട്ടുണ്ട്. അതൊക്കെ ഈ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. മാത്രമല്ല ഇതൊരു റിവിഷൻ കൂടിയായി. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.